ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് സമയത്തെ പറ്റിയിട്ടാണ് കേട്ടോ. സമയത്തെ പറ്റി ഇപ്പോൾ എന്തത്ര സംസാരിക്കാനുള്ളത്, എല്ലാവർക്കും എല്ലാം അറിയുന്ന കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. എൻ്റെ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഇതൊരു ചെറിയ ചാനലാണ്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടന്റ്സ് ഒക്കെ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ആൻഡ് വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾസോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, എന്തെങ്കിലും തിരുത്താനുണ്ട്, എന്തെങ്കിലും ആഡ് ആക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എല്ലാവരും പറയുന്ന ക്ലീഷ ഡയലോഗിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ എന്നുള്ളത് അല്ലേ? യെസ്, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആൻഡ് ഈ 24 മണിക്കൂർ നമ്മൾ ഏത് രീതിയിലാണോ ഉപയോഗിക്കാൻ പോകുന്നത് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏതൊക്കെ രീതിയിൽ സക്സസ് ആവും, ഏതൊക്കെ രീതിയിൽ തകർന്നു പോകും എന്നുള്ളത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന സക്സസ് ആയിട്ടുള്ള ആൾക്കാർ ഈ 24 മണിക്കൂറിനെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് അവരിന്ന് സക്സസ് ആയിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നിൽക്കുന്നത്. എല്ലാവരുടെ ഫാമിലിയിലും ജനറേഷണൽ കേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. നമ്മൾ വലിയൊരാളെടുത്ത് നോക്കുകയാണെങ്കിൽ റൊണാൾഡോയുടെ ഫാമിലിയിൽ പുള്ളിക്കാരനാണ് ആ ഒരു ജനറേഷണൽ കേഴ്സസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഫാമിലിയുടെ തലവര തന്നെ മാറ്റിയിട്ടുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് റൊണാൾഡോ. ഇപ്പോ നമ്മൾ വലിയ വലിയ ആൾക്കാരെ എടുത്ത് നോക്കണ്ട, നമ്മുടെ ചുറ്റും തന്നെ നോക്കുക. നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കേട്ടറിവോ ഉള്ള ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ കാരണം, അതായത് അവർ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു വന്ന് ലാസ്റ്റ് ഇപ്പം നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ ആ ജനറേഷണൽ കേഴ്സ് ബ്രേക്ക് ചെയ്ത, ആ ഫാമിലിയുടെ തലവരെ തന്നെ ബ്രേക്ക് ചെയ്ത ഒരാൾ ആ ഫാമിലിയിൽ ഉണ്ടായി. ആൻഡ് ആ ജനറേഷണൽ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് അവഗണനകൾ, പുച്ഛം, പരിഹാസം, ഒറ്റപ്പെടുത്തലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് അതൊക്കെ സഹിച്ചിട്ടും ഗിവപ്പ് ചെയ്യാതെ ആ വ്യക്തി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടും ഒരുപാട് തോറ്റിട്ടും വിട്ടുകൊടുക്കാതെ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് ആ വ്യക്തി സ്വാഭാവികമായിട്ടും ആ ഫാമിലിയുടെ തന്നെ തലവര മാറ്റി ആ ജനറേഷണൽ കേഴ്സ് തന്നെ ഇല്ലാണ്ടാക്കി ഇപ്പൊ ആ ഫാമിലി നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി നമ്മളെ ഒറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, കളിയാക്കാനും അല്ലെങ്കിൽ പൊതു സദസ്സിൽ വെച്ചിട്ട് നമ്മളെ നല്ല രീതിക്ക് കളിയാക്കി നമ്മളങ്ങ് തല താഴ്ത്തി നിൽക്കേണ്ട സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സ്റ്റേജ് നമുക്ക് വന്നിട്ടുണ്ടായി. സോ അവരുടെയൊക്കെ മുന്നിൽ ആ ഒരു ജനറേഷണൽ കേഴ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു സ്ട്രഗിൾ, ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ ആ ജനറേഷണൽ കേഴ്സിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വേറൊരു ലെവലിലോട്ട് മാറ്റുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നിങ്ങളായിരിക്കണം. അതിനുവേണ്ടി ശ്രമിക്കുക എന്നല്ല, ആ ഒരു വ്യക്തി നിങ്ങളാവണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ഫാമിലിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനെ മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ ആവണം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആള്. ആൻഡ് ഞാൻ വഴി വേണം എൻ്റെ ഫാമിലി അവർ പറയണം, അതായത് നമ്മളെ കളിയാക്കിയ പുച്ഛിച്ച ആൾക്കാർ തന്നെ പറയണം അവർ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നാണ്, എത്ര കടബാധ്യതയുള്ള ആൾക്കാരാണ്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം മാറി. ആ പെൺകുട്ടിക്ക് ഇത്ര ജോലി കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ആ ചെക്കന് ഇത്ര ജോലി കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻസ് എല്ലാം മാറി എന്ന് നമ്മളെ കളിയാക്കി നമ്മളെ പുച്ഛിച്ച ആൾക്കാർക്ക് അവർ അംഗീകരിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിലെങ്കിലും തോന്നണം, ഷോ നമ്മൾ പണ്ട് അവരെ അങ്ങനെയൊക്കെ പറഞ്ഞത് അബദ്ധമായി, ഇപ്പൊ അവർ നല്ലോണം ഡെവലപ്പായി എന്നുള്ള ഒരു തോട്ടിലോട്ട് നമ്മൾ എത്തിക്കണം. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് ശരിക്കും ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈം വേസ്റ്റ് ആക്കരുതേ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഫോൺ നോക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചുമ്മാ ഹാങ് ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ മടി പിടിച്ചിരുന്നിട്ടൊക്കെ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ശരിക്കും നിങ്ങളോട് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു 3 വർഷം മുന്നത്തെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് ചേഞ്ചസ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസിൽ വന്ന ചേഞ്ചസ് അല്ല, അതല്ലാതെ നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായി. ചിലപ്പോ 3 വർഷം മുന്നത്തേക്കാളും കുറച്ചുകൂടെ നല്ല ലൈഫായിരിക്കും ഇപ്പൊ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 3 വർഷം മുന്നത്തേക്കാളും കുറച്ചുകൂടെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതിനേക്കാളും ഒരുപാട് ഉയർന്ന ഒരു സ്റ്റേജിലുണ്ട് എല്ലാ അർത്ഥത്തിലും. ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ നല്ലോണം കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പണ്ട് ഞാൻ ഇതിനേക്കാളും സൗകര്യത്തിലാണ് ജീവിച്ചത് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലായിരുന്നു ഞാൻ പണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ മോശമായല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ മാറരുത്. ഞാൻ പറയാം, ഇപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 25-35 വയസ്സിന് ഇടയ്ക്കുള്ളതും പിന്നെ ഒരു ടീനേജ് ഏജിലുള്ള ആൾക്കാരുമാണ് കേട്ടോ. സോ ഞാൻ സീരിയസ്ലി പറയാം, ഇപ്പൊ നമുക്ക് ഓടാൻ നല്ല ആരോഗ്യമുള്ള ഒരു പ്രായമാണ്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു പ്രായമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ സക്സസ് ആവും, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ ഓരോ ഇപ്പം നമുക്ക് ഓരോ പ്രായം കൂടുന്തോറും നമുക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മുടെ ബോഡി ടയേർഡ് ആവുകയല്ലേ ചെയ്യുക. സെയിം നമ്മുടെ മെന്റാലിറ്റിയും അതേപോലെ തന്നെ കുറച്ച് പതുക്കെ മാറി തുടങ്ങും. ഇപ്പം നമുക്ക് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ഒക്കെ നമുക്ക് ഉണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടൈമിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ
നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫ് ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേജിലോട്ടായിരിക്കും പോവുക. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് പിന്നെയും താഴോട്ടായിരിക്കും നമ്മൾ വീണുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആര് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് കാര്യമില്ല. ഇപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അതല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാക്കി എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഫയർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫയർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇത്രയും ആ ഫയർ നിങ്ങൾക്ക് നന്നായിട്ട് വിനിയോഗിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ. എത്ര മോട്ടിവേഷണൽ വീഡിയോ കണ്ടാലും എത്ര വലിയ മോട്ടിവേഷണൽ സ്പീക്കറെ കണ്ടാലും നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എത്രയൊക്കെ ഈ മോട്ടിവേഷണൽ വീഡിയോസ് നമ്മളെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഫയറിനെ ഒന്ന് തീ കത്തിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോട്ടിവേഷണൽ വീഡിയോ സഹായിക്കും. പക്ഷേ അതിനുള്ള ഡിസിഷൻ എടുക്കേണ്ടതും ഞാൻ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതും നമ്മൾ തന്നെയാണ്. അതിന് വേറെ ആരും വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതേപോലെ ഞാൻ പറയാം, എൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഈ റൈറ്റ് ടൈം എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് അതൊരു മിത്താണ്. ഈ റൈറ്റ് ടൈം അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര മിത്തായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നോ അതാണ് നിങ്ങളുടെ. അതേപോലെ തന്നെ എല്ലാം റെഡി ആയിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആവട്ടെ, എല്ലാ സർക്കംസ്റ്റൻസസും ഓക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങാം, എന്നിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങാം എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുള്ള ഒരു സമയമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ചെറിയ രീതിക്കാണെങ്കിലും ഇപ്പൊ തന്നെ തുടങ്ങി വെക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ഹാർഡ് വർക്ക് ചെയ്യണം തോന്നുന്നത് ആ മൊമെന്റിൽ തന്നെ നിങ്ങൾ തുടങ്ങി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മടിയൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വളരെ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. അതേപോലെ തന്നെ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യം കൂടെ ഒന്നിച്ച് ചെയ്യാന്ന് ചിന്തിക്കുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അപ്പൊ തന്നെ ഞാൻ വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ ഞാൻ വേറൊന്നിന് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൂടെ അതും തമ്മിൽ കണക്ഷൻ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കണക്ഷനും ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ ഞാൻ അങ്ങ് ചെയ്യാൻ പോകുകയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല, ഏത് കാര്യവും ഫുൾഫിൽ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ ഒരു എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം ഒരു 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്യാം. മാക്സിമം 2 കാര്യങ്ങൾ. അപ്പം തന്നെ നമ്മളുടെ എഫേർട്ടും എനർജിയും ഒക്കെ സ്പ്ലിറ്റ് ആയി പോവുകയാണ്. അതിന് പകരം നമ്മൾ ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ എനർജിയും ടൈമും എല്ലാം നമുക്ക് ഒന്നിലേക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ലോണം അതിനൊരു ഇൻപുട്ട് കിട്ടും. അതേസമയം നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ എത്താതെ പോകും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും അങ്ങോട്ട് ശരിയാവാതെ പോകും. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ മോഡലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഏതാണ്ട് ഒരേ സിലബസുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ചിലപ്പം ഒരു എക്സാമിന് ഒരു എക്സ്ട്രാ ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ വേണ്ടാന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടെ ഒരു ഭൂരിഭാഗം ഒരു 90% അതിനകത്ത് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ഓക്കെയാണ്. അതേസമയം ഒരു ബന്ധമില്ലാത്ത 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. എവിടെയും അത് എഫക്റ്റ് ആവാനും പോകുന്നില്ല. നമ്മൾ കുറേ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ കുറേ കിടന്ന് പട്ടിപ്പണി എടുക്കുന്നു എന്ന് മാത്രമേ അവിടെ വരുള്ളൂ. പക്ഷെ അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. ബിക്കോസ് നമ്മുടെ എനർജിയും ടൈമും പല രീതിക്ക് അങ്ങ് വേർതിരിഞ്ഞ് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ അതിന് എനിക്ക് 100% പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടണം. അങ്ങനെയൊക്കെ നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. നമ്മൾ ചിലപ്പം കുറേ ഹാർഡ് വർക്ക് ചെയ്താലും ചിലതൊന്നും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ചിലപ്പോൾ നമുക്ക് അതിന് ഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ അതോടുകൂടി ഗീവ് അപ്പ് ചെയ്ത് ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓക്കെ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കാം കിട്ടിയിട്ടുണ്ടായിരിക്കാം, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം, അന്നേരം വേണമെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, എന്നാൽ ഞാൻ അടുത്ത കൂടെ ട്രൈ ചെയ്യും, അപ്പൊ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ജസ്റ്റ് ട്രസ്റ്റ് യുവർ സെൽഫ്, ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഫോളോ യുവർ ഡ്രീംസ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇത്ര നേരം കണ്ടത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളോ ആയിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു, ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾ എന്താണ് ശരിക്കും നേടിയത്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഡ്രീം ലൈഫ് തന്നെയാണോ, ഇനി നിങ്ങളുടെ ഡ്രീം ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങൾ നല്ല ശക്തമായിട്ട് തന്നെ ചിന്തിക്കുക. ഡെയിലി നമ്മൾ കുറേ റീൽസ് കണ്ടിട്ടും, അല്ലെങ്കിൽ കുറേ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തിട്ടും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ മടി പിടിച്ച് കിടന്നുണങ്ങി അങ്ങനെയൊക്കെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയിട്ട് ലാസ്റ്റ് നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് ഭയങ്കരമായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാം ടൈമിലോ, അല്ലെങ്കിൽ നമുക്ക് കാര്യത്തോടെ എടുക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല, എനിക്ക് നിങ്ങളെ കഴിവില്ല, ഞാൻ തോറ്റു പോവാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാരണം നിങ്ങൾ ഇഷ്ടംപോലെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു അവസാനമാകുമ്പോൾ ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടില്ല, എനിക്ക് നിങ്ങളെ കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറും ബ്ലണ്ടർ. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഒരു ഫാന്റസി വേൾഡ് ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മറികടന്നിട്ട് നിങ്ങൾ
പുറത്തോട്ട് വരിക. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയും കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും മണ്ടത്തരായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. അതായത് നമുക്ക് കുറേ സമയമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ. ബിക്കോസ് ഞാനിപ്പോൾ ഒരു എക്സാമിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും സപ്പോസ് ഇപ്പോൾ ഞാനൊരു PSCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു PSC എഴുതാൻ ഒരാൾക്ക് ഇത്ര വരെ ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അത്ര ഏജ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുവാണ് ഒരു 35 വയസ്സിന് നമുക്ക് PSC എഴുതാന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് 35 വയസ്സൊരു സമയം ഉണ്ടല്ലോ, ഇപ്പം എനിക്ക് 18 ആയുള്ളൂ, അപ്പം ഞാൻ 35 വയസ്സിനകത്ത് പതുക്കെ എഴുതിയെടുത്താൽ മതി എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവർ പെട്ടെന്നായിരിക്കും വർഷങ്ങൾ കടന്നു പോവുക. അതിനകത്ത് ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ കടന്നു വരും. അന്നേരം നമുക്ക് ഈ 35 വയസ്സുണ്ടല്ലോ ഒന്ന് ചിന്തിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനകത്ത് നമ്മൾ ചിന്തിക്കാത്ത പലതും കയറി വരും. എന്നിട്ട് നമുക്ക് ഈ സമയം ഒട്ടും ഇല്ലാതെയായി മാറും. സോ നിങ്ങൾ എനിക്ക് കുറേ സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ എന്ന് ചിന്തിക്കരുത്. എനിക്ക് ഒട്ടും സമയമില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓരോ തവണയും നിങ്ങൾ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓരോ തവണയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറില്ല. ഇപ്പം ഞാൻ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓരോ ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിലെനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫാമിലി തകർന്നു, എനിക്ക് ഇനി ഒന്നുമില്ല, ഞാൻ ഫുള്ളായിട്ട് ഇല്ലാണ്ടാവും. അങ്ങനെ ഞാൻ എന്നോട് തന്നെ എനിക്ക് തന്നെ ഒരു ഇത് കൊടുക്കും, ഒരു ഇഞ്ചക്ഷൻ കണക്ക് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യും. ഇത് നിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി നിനക്ക് ചാൻസേ ഇല്ല, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിക്കും. ആൻഡ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓക്കെ എനിക്ക് ടൈമില്ല ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു തോട്ട് വരും. ബിക്കോസ് നമുക്ക് ടൈമില്ലല്ലോ. അതേസമയം എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, എനിക്ക് ഇതേ അത്രയും കാലം സമയമുണ്ട്, ഞാൻ പതുക്കെ റെഡി ആയാൽ മതി, എനിക്ക് ഒരുപാട് ടൈം അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കാന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പോയി. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ ആ ലേസിനെസ് അറിയാതെ കയറി വരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ള സമയം വെറുതെ റീൽസ് കണ്ടിരിക്കാനും വെറുതെ കിടന്നുറങ്ങാനും വെറുതെ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോയി ഫുഡ് അടിച്ച് ചുമ്മാ ഇരിക്കാനുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ അറിയാതെ അങ്ങ് കയറി വരും. ഞാൻ പറയാ ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറയുന്നത് സമയമാണ്. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ കഴിഞ്ഞു, ഇതോടുകൂടെ കഴിഞ്ഞു. ഇനി ഞാൻ ആ ഒരു സമയത്ത് പോയിട്ട് ആ പറഞ്ഞ കാര്യത്തിനെ തിരിച്ച് വേറൊരു കാര്യം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതാണ് സമയം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ മണി, പവർ, റെസ്പെക്ട് അങ്ങനെ എന്തും നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഒരു കറൻസി പോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. ആൻഡ് സമയം പോയതാണ്. നമുക്ക് ഒരു തവണ നമ്മളത് യൂസ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് പോയി. പിന്നെ നമുക്കത് എന്ത് വില കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സമയത്തിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നല്ല സമയമാണ്. ഓക്കെ, നമ്മുടെ സൈഡിൽ ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലി നമുക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എന്ത് കാര്യം ചെയ്യാനോ നിങ്ങൾക്ക് അതിനുള്ള ഒരു എനർജി നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനുള്ള ടൈം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടത്തുള്ളൂ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ എല്ലാവർക്കും അറിയില്ലേ? പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ എവിടെയോ വായിച്ചുള്ള ഒരു കാര്യമാണ്, ലോസ്റ്റ് ടൈം നെവർ ഫൗണ്ട് അഗെയിൻ. അത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? നമുക്ക് നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് അത് പോയിട്ട് തിരുത്താനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് പാസ്റ്റിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റത്തില്ല. കഴിഞ്ഞത് തന്നെയാണ്. ഇപ്പോഴത്തെ ടൈമിൽ നിന്ന് ഒരു 1 hour ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ പറ്റും. സോ അത് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ നമ്മളത് ചിന്തിക്കുക, നമുക്ക് ഒട്ടും സമയമില്ല, ഈ കഴിഞ്ഞ സമയം കഴിഞ്ഞത്. നിങ്ങളുടെ ടൈം നശിപ്പിക്കുന്നത് എന്താണോ അത് വേണ്ടാന്ന് വെക്കുക. അതായത് അത് നിങ്ങൾക്ക് മേ ബി ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കാം, മേ ബി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഇപ്പം നമുക്ക് റീൽസ് കാണുന്നത് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ? വെറുതെ ഇരിക്കുക, അങ്ങനെ റീൽസ് കാണുക, നല്ല സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുക, ഫുഡൊക്കെ എടുത്ത് കഴിക്കുക, കിടന്നുറങ്ങുക, നല്ല ലേസി ആയിട്ട് ഇങ്ങനെ കിടന്ന് ഫോണൊക്കെ നോക്കിയിരിക്കുക. അത് ആക്ച്വലി ഭയങ്കര സന്തോഷം തരുന്ന ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആ സന്തോഷം എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള സന്തോഷമാണ്. ആ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കുറേ റീൽസ് കാണുന്ന കുറേ ട്രോൾസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിരിയും സന്തോഷവും അത് ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാതെ നമ്മുടെ ഫാമിലി കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുമ്പോൾ, കടബാധിത കാരണം നമ്മളങ്ങ് മുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്ന് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമിൽ ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ മാറരുത്. അന്നേരം നമ്മൾ കുറേ റീൽസും അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കുറേ ടൈം വേസ്റ്റ് ആക്കി, കുറേ ഇരുന്ന് എന്തൊക്കെയോ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കി എന്ന് നമുക്ക് പിന്നീട് തോന്നും. ചിലപ്പോൾ നിങ്ങളുടെ സമയം ഇല്ലാതാക്കുന്നത് ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഒരു ലവ് അഫെയർ അങ്ങനെയല്ല. പല റിലേഷൻഷിപ്സും ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു ആൾക്കാരുമായിട്ട് നമ്മൾ കുറേ ടൈം അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഞാൻ അതിനർത്ഥം അത് മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഇൻട്രോവേർട്ടായിട്ട് വീടിനകത്ത് കയറി ഇരിക്കണം, ഫ്രണ്ട്സുമായിട്ട് ഒന്നും പുറത്തു പോകരുത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പേ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയല്ല. അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് ആവാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊരു സമൂഹജീവിയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാൻ ഇഷ്ടമായിരിക്കും, അതെല്ലാം നമ്മൾ ചെയ്യും വേണം. എന്ന് വെച്ചിട്ട്
എപ്പോഴും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരായി പോകും. അതായത് നമുക്കൊരു ട്രീറ്റ് എന്നോണം നമ്മൾ കുറേ ദിവസം ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കുറേ നമ്മൾ ഫോൺ നോക്കാതെയും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ട്രീറ്റ് എന്നോണം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന കണക്ക് നമുക്ക് സന്തോഷം തരുന്ന കാര്യം നമുക്ക് ചെയ്യാം. ആ സന്തോഷം തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതോ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കുന്നതോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്, നല്ല സിനിമ കാണുന്നതോ തിയേറ്ററിൽ പോയി നല്ല സിനിമ കാണുന്നതോ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേസ്റ്റ് ആക്കുന്ന ഒരു 4-5 മണിക്കൂർ എന്ന് പറയുന്നത് നഷ്ടം. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പല ദിവസങ്ങളിലും നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 10 ദിവസം നല്ല കണക്ക് പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു 11ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഭയങ്കര ടയേർഡാണ്, എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ദിവസം നമ്മൾ ഒന്നും ചെയ്യണ്ട. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പഠിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അന്നത്തെ ദിവസം നിങ്ങൾക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അതൊരു കുഴപ്പമില്ല, അതൊരു ടൈം വേസ്റ്റ് ആക്കലോ ഒന്നുമല്ല. അന്നേരം നമ്മൾ റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് കഴിഞ്ഞ 10 ദിവസം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉറക്കില്ലാതെയും അല്ലെങ്കിൽ നല്ലോണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ കറന്റ് സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മളോട് നമ്മൾ കുറച്ച് ഒരു നീതി കാണിക്കണമല്ലോ. ആ കണക്ക് നമുക്ക് എന്താണോ ഇപ്പോൾ ഹാപ്പിനെസ് തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്ന കാശോ അതിനുവേണ്ടി ചെലവാക്കുന്ന സമയമോ ഒരിക്കലും നഷ്ടമല്ല. പക്ഷേ എപ്പോഴും, അതായത് 10 ദിവസം നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, 11ാമത്തെ ദിവസം നമുക്ക് ഒട്ടും ഇമോഷണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വീക്കാണ്, ടയേർഡാണ്. സോ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് കറന്റ് സെൽഫിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഇനി കറന്റ് സെൽഫിന് വേണ്ടിയിട്ട് കുറച്ച് എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ആക്കണം എന്നൊരു തോന്നൽ വന്നിട്ട് നമ്മൾ 1-2 ദിവസം നമ്മൾ പഠിക്കാതെയോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാതെയൊക്കെ വളരെ ലേസി ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ നടന്നു. ആൻഡ് അതൊരു റുട്ടീനാക്കി മാറ്റരുത്. വീണ്ടും നമ്മൾ ആ ഒരു കറന്റ് സെൽഫിനെ നമ്മൾ കൊടുക്കുന്ന ടൈം ഉണ്ടല്ലോ അതൊന്ന് കുറച്ചിട്ട് ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങുക. വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ ഒരു ദിവസം നമ്മളൊന്ന് ബ്രേക്ക് എടുത്ത് വീണ്ടും നമ്മൾ കറന്റ് സെൽഫിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക, വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അത് വളരെ നല്ലതുമാണ്. ബട്ട് അതൊരു റുട്ടീനാക്കി മാറ്റാതിരിക്കുക. അതായത് കുറേ ദിവസം, അതായത് ഒരു ദിവസം ഹാർഡ് വർക്ക് ചെയ്ത് 10 ദിവസം നമ്മൾ വെക്കേഷൻ കണക്ക് ഒരു വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. അതേസമയം നമ്മൾ ഒരു ദിവസമൊക്കെ വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇത്രയും വലിയ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓഫ് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല. ഞാൻ ഭയങ്കര മടിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് കുറേ സിനിമ കണ്ടിരിക്കുക, റീൽസ് കണ്ടിരിക്കുക, നല്ല ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനത് കുറേ ചെയ്യാറുണ്ട് കേട്ടോ. ബട്ട് ഒരു സമയത്ത് ഞാൻ അതുമാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അതുമാത്രം ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വെക്കേഷൻ മോഡ് പോലെ ഞാൻ ഒരു മടി പിടിച്ചിട്ടുള്ള ഒരു ദിവസം എനിക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അത് ഞാൻ കൃത്യം 10 ദിവസം കഴിഞ്ഞിട്ട് 11ാം ദിവസം ബ്രേക്ക് അങ്ങനെയല്ല. ചിലപ്പം 2 ദിവസം ഹാർഡ് വർക്ക് ചെയ്ത് 3ാം ദിവസം തന്നെ എനിക്ക് ഭയങ്കര മടി പിടിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ബ്രേക്ക് എടുക്കും. എന്നിട്ട് ഞാൻ അന്ന് ഫുള്ള് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എങ്ങനെയാണ് ഭയങ്കര ലേസി ആയിട്ടുള്ള ലൈഫായിരിക്കും ആ ദിവസം ഉണ്ടായിരിക്കുക. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഞാൻ വീണ്ടും എൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് റുട്ടീനിലോട്ട് ഞാൻ കയറിപ്പോകും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അത്രമാത്രം അടിപൊളിയായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സുള്ള ആളൊന്നും അല്ല. ഐ മീൻ എനിക്കും ഒരുപാട് മടിയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുക്കാൻ എനിക്ക് നല്ല മടി തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ, എനിക്കൊന്നും വയ്യ വീഡിയോ എടുക്കാൻ എന്തിനാ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എന്തായാലും വീഡിയോ എടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ തന്നെ എന്നെ തന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വീഡിയോ എടുക്കും. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ആ റുട്ടീനിലോട്ട് കയറും. പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ എന്നുള്ള കണക്ക് ആ ഹാർഡ് വർക്ക് മോഡിലോട്ട് നമ്മൾ തിരിച്ചു കയറും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും വന്നിട്ട് നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ ആരും നിങ്ങളെ വന്ന് ഓർമ്മപ്പെടുത്തൂല്ല. അതായത് നീ ഇത്രയും മോശം സ്റ്റേജിലാണ്, അതുകൊണ്ട് നീ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും വരില്ല. അതിനുവേണ്ടി ആരും ശ്രമിക്കില്ല. അതിനുവേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടനെ തന്നെ അടുത്ത വീഡിയോ തേടി അല്ലെങ്കിൽ അടുത്ത റീൽസും ട്രോൾസും കണ്ടിരിക്കുന്ന നേരം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റാരുടെയും വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ മറ്റേത് വീഡിയോയും കാണണ്ടെന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് നേരം നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നതിന് പകരം ആ വീഡിയോസൊക്കെ അവിടെ തന്നെ കിടക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു അരമണിക്കൂർ വന്ന് കഴിഞ്ഞ് നോക്കിയാലും അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈം അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട സമയം അതിപ്പോഴാണ്. ആ സമയം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനോട് നമ്മൾ ഒരു ഇഷ്ടമോ ഒരു താല്പര്യമോ കാണിക്കാതെ നമ്മുടെ വെറുതെ നമ്മൾ കിടന്ന് ലേസി ആയിട്ട് കണ്ട വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ടൈം കളയാൻ നോക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ പേഴ്സണലി അറിയുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന മിക്ക ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എത്ര തവണ തോറ്റൊരാളോ ആയിക്കോട്ടെ
പക്ഷേ അതിനർത്ഥം നിങ്ങൾ എപ്പോഴും തോൽക്കുന്നോ, നിങ്ങളൊരു തോൽവിയാണോ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നോ അല്ല. നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ജയിച്ച ആൾക്കാരെ വേഗം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യില്ലേ? അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. ആ കുട്ടികളെ നമ്മളെല്ലാവരും നന്നായി പഠിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവരെ എല്ലാവരും കാണും, അവരെല്ലാവരും എല്ലാ ടീച്ചേഴ്സും അറിയും. അങ്ങനെ അതേസമയം ഒരു ആവറേജ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ബാക്ക് ബെഞ്ചർ എന്നൊക്കെ പറയുന്ന കണക്ക് അത്ര പഠിക്കാൻ അത്ര കഴിവില്ലാതെ, എല്ലാവർക്കും ഇപ്പോൾ ഒരേ കഴിവായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ. ഇപ്പം എനിക്കൊരു ടോപ്പിക്ക് പഠിക്കാൻ 15 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. സോ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നിട്ട് ഇപ്പം എനിക്ക് പഠിക്കാൻ 15 മിനിറ്റ് വേണം, മറ്റേ ആൾക്ക് 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ഇത്രയും സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഠിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ ഞാൻ അവിടെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, എനിക്ക് 15 മിനിറ്റ് വേണമെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ വേണമെങ്കിൽ 30 മിനിറ്റ് കൊടുക്കാനും ഓക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് പതുക്കെ ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങും അല്ലേ? അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് നമ്മളൊരു ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര കഴിവൊന്നുമില്ല എന്നുള്ളതിനർത്ഥം നമ്മൾ കഴിവില്ലാത്ത ഒരാളാണ്, നമ്മളെ കൊണ്ട് ഒന്നിനും കൂടാത്ത ഒരാളാണെന്ന് ചിന്തിക്കരുത്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺ ഡേ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എന്തായാലും. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഇതേപടി കണ്ടിന്യൂ ചെയ്ത് പോകണോ, അതോ നിങ്ങൾ കാരണം ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളിലൂടെ നിങ്ങളുടെ ഫാമിലി അറിയപ്പെടണോ? അതായത് അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഫാമിലിനെ സെറ്റാക്കി, അല്ലെങ്കിൽ അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഫാമിലിനെ സെറ്റാക്കി എന്ന് കേൾക്കുന്നതാണോ നിങ്ങൾക്ക് രസം? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇതേ ആൾക്കാർ നമ്മളെ കളിയാക്കിയ, പുച്ഛിച്ച, ഒറ്റപ്പെടുത്തിയ, നമ്മൾ സീരിയസ്ലി ഒരു കാര്യം പറയാം, നമ്മുടെ കയ്യിൽ കാശില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യാനോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഒരു മനുഷ്യരും ഉണ്ടാവത്തില്ല. സോ എങ്ങനെ വേണം നമ്മുടെ ലൈഫ് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ. നിങ്ങളുടെ ഫാമിലിയുടെ ജനറേഷണൽ കേഴ്സസ് ബ്രേക്ക് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അത് നിങ്ങളായി. അങ്ങനെ ആവണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് എത്രത്തോളം സെറ്റിൽ ആവണം, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എത്രത്തോളം അടിപൊളി ആവണം എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ എവിടെയോ വായിച്ചൊരു കോട്ടാണ്, നിങ്ങളുടെ മാക്സിമം ഹാർഡ് വർക്ക് ആരുടെയെങ്കിലും ഒക്കെ മിനിമം ഹാർഡ് വർക്ക് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു മാക്സിമം ലെവൽ ഉണ്ടല്ലോ, അത് വേറെ ആരുടെയോ ഒക്കെ അതേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വേറെ ആരുടെയോ ഒക്കെ വളരെ ചുരുങ്ങിയ ഹാർഡ് വർക്കിന്റെ ഒരു ഭാഗമായിരിക്കും നിങ്ങളുടെ മാക്സിമം എന്ന് പറയുന്നത്. അതെപ്പോഴും ചിന്തിക്കുക. അതിന്റെ നിങ്ങളെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഈ ചുറ്റുമുണ്ട്, അവരുടെയൊക്കെ വായടപ്പിക്കാൻ അല്ലെങ്കിൽ അവരെയൊക്കെ കടത്തിവെട്ടി നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ സിറ്റുവേഷൻസ് എല്ലാം മാറ്റി നിങ്ങളുടെ ലൈഫ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ. എത്രയൊക്കെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടാലും, ആരൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്, സക്സസ് ആവണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് രക്ഷിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ ഫാമിലിയുടെ ലൈഫ് എല്ലാം എനിക്ക് അങ്ങ് അപ്പാടെ മാറ്റിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഫയർ നിങ്ങൾ പൊടിതട്ടിയെടുക്കുക, സെറ്റാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവട്ടെ. ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് ലൈഫിൽ വരുത്താൻ പറ്റി എന്ന് ഞാൻ അറിയുവാണെന്നെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമായിരിക്കും. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാൻ എന്നോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിലോ, ഞാൻ ഇനി എന്തെങ്കിലും കോണ്ടന്റിനെ പറ്റി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിലോ, അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒരു കമൻറ്റ് പോലും ഞാൻ റിപ്ലൈ തരാതെ വിടത്തില്ല, എല്ലാ കമൻസും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.